അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ള ഒരു ഭാഗമാണ് ടീച്ചിങ് മോഡലിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ. ബ്ലൂംസിൻ്റെ മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, ഇതൊരു ടീച്ചിങ് മോഡലാണ്. ഇവിടെ ഒരു മാസ്റ്ററിക്കാണ് പ്രാധാന്യം കൊടുത്തത്. മാസ്റ്ററി എന്ന് വെച്ചാൽ എന്താ? ഒരു വിഷയത്തിലോ ഒരാശയത്തിലോ പ്രാവീണ്യം നേടുക, ഏറ്റവും നല്ല അറിവ് നേടുന്ന ഒരു ഘട്ടമാണ് മാസ്റ്ററി എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ പ്രാവീണ്യം, ആ വിഷയത്തിൽ എന്ത് ചെയ്യുക? പ്രഗത്ഭനാവുക എന്നുള്ളതാണ്, ആ വിഷയത്തിൽ പ്രാവീണ്യം നേടുക എന്നുള്ളതാണ്. സോ ആ ഒരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീച്ചിങ് മോഡലാണ് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ. ചോദ്യം ഇങ്ങനെ വരാം: ഡിസ്കസ് അബൌട്ട് ഓർ ഡിസ്ക്രൈബ് അബൌട്ട് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ. ബ്ലൂംസിൻ്റെ മാസ്റ്ററി ലേണിംഗ് മോഡലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ വന്നേക്കാം. നമുക്ക് നോക്കാം. മാസ്റ്ററി ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ ബെഞ്ചമിൻ ബ്ലൂം ഇൻ 1968. 1968 മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ബെഞ്ചമിൻ ബ്ലൂമാണ്. ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ഫോർ ഇൻഡിവിജ്വൽ ലേണിംഗ്. ഇൻഡിവിജ്വൽ ലേണിംഗിന് വേണ്ടിയിട്ട്, വ്യക്തിഗതമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് ഇത് ഈ മാസ്റ്ററി ലേണിംഗ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ലേണിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി വിച്ച് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് ഫോർ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്ത് ചെയ്യുന്നു? വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഫാക്കൽറ്റിക്കും സ്റ്റുഡൻസിനും, അതായത് ടീച്ചർക്കും സ്റ്റുഡൻറ്റിനും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, ലേണിംഗ് ഓപ്ഷൻസ്, ലേണിംഗ് ടീച്ചിങ് ഓപ്ഷൻസ് ലഭ്യമാക്കുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് ഇൻഡിവിജ്വൽ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതാണ് ഇത് മാസ്റ്ററി ലേണിംഗ് എന്ന് അറിയപ്പെടുന്നത്. മാസ്റ്ററി ലേണിംഗ് ഈസ് ആൻ അപ്രോച്ച് ടു ഓർഗനൈസിങ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസിനെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻസ്ട്രക്ഷൻസിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന, ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ഇത് മാസ്റ്ററി ലേണിംഗ് എന്നറിയപ്പെടുന്നത്. ദിസ് അപ്രോച്ച് വാസ് ഫോർമുലേറ്റഡ് ബൈ ജോൺ ബി കാരോൾ ആൻഡ് BS ബ്ലൂം. ഓക്കെ, ഈ പറയുന്ന അപ്രോച്ച് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ള ആരാണ്? ജോൺ ബി കാരോൾ ആൻഡ് BS ബ്ലൂമാണ്. മാസ്റ്ററി ലേണിംഗ് ഹെൽപ്സ് ഇൻ അറ്റൈനിങ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ സ്കൂൾ സബ്ജക്റ്റ്. സ്കൂൾ വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ്, അതായത് സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു പ്രകടനം അറ്റൈൻ ചെയ്യുവാൻ, നേടിയെടുക്കുവാൻ എന്ത് ചെയ്യുന്നു? ഈ മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ സാധിക്കുന്നു. ഇറ്റ് ബിലോങ്സ് ടു ദ ബിഹേവിയറൽ സിസ്റ്റംസ് ഓഫ് ഫാമിലി ഓഫ് മോഡൽസ് ആർ ക്ലാസിഫൈഡ് ബൈ ജോയ്സ് ആൻഡ് വെയിൽ. ജോയ്സ് ആൻഡ് വെയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ബിഹേവിയറൽ സിസ്റ്റം ഓഫ് ഫാമിലി ഓഫ് മോഡൽസ്, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത് ഈ പറയുന്ന മാസ്റ്ററി ലേണിംഗ് മോഡൽ. Mastery learning provides a compact and interesting way to increase the likelihood that most students will attain a satisfactory level of performance in school subject. സ്കൂൾ വിഷയങ്ങളിൽ ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ് അറ്റൈൻ ചെയ്യുന്നതിന് കൂടുതൽ കുട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് മാസ്റ്ററി ലേണിങ്ങിലൂടെ സാധ്യമാകുന്നത്. പിന്നെയോ, Mastery based learning is an instructional approach where students need to demonstrate a deep level of understanding of a topic or subject area before progressing into the another topic or subject area. ഒരു വിഷയം, ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഏരിയ, ആ വിഷയത്തിലുള്ള അഗാധമായിട്ടുള്ള അറിവ്, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഒരു കുട്ടി നേടിയിട്ടുണ്ട് എന്ന് ആ കുട്ടിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യണം? ഒരു പാഠഭാഗത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടിയിട്ടുണ്ട് എന്ന് ആ കുട്ടിക്ക് അറിയുവാൻ സാധിക്കണം. അങ്ങനെ അറിയുന്ന പക്ഷം, അങ്ങനെ ആ കുട്ടിക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, ആഴത്തിലുള്ള അറിവ് എനിക്ക് ഈ വിഷയത്തിലുണ്ട് എന്ന് കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന പക്ഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ കുട്ടിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, നമ്മൾ പല കാര്യങ്ങളും മനഃപ്പാഠമൊക്കെ പഠിക്കാറില്ലേ? ചില വിഷയങ്ങൾ, ചില ഗ്രന്ഥങ്ങളൊക്കെ, വേദഗ്രന്ഥങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ടും കുട്ടി മനസ്സിലാക്കി, മനഃപ്പാഠമാക്കി, പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകാറുള്ളൂ, അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാറുള്ളൂ. അതുതന്നെയാണ് ഇവിടെ. ഒരു സബ്ജക്റ്റോ ടോപ്പിക്കിലോ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്ന് ആ കുട്ടിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത പക്ഷം അടുത്ത ഘട്ടത്തിലേക്ക് പോവില്ല. മാസ്റ്ററി ലേണിംഗ് മോഡൽ വാസ് ഡെവലപ്ഡ് to help the students for gaining mastery overall the aspect of learning task in sufficient time. ആവശ്യത്തിന് സമയമെടുത്തുകൊണ്ട്, ഇവിടെ സമയം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, സമയത്തിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ മാസ്റ്ററി ലേണിംഗ് മോഡൽ, ബ്ലൂംസിൻ്റെ ഈ പറയുന്ന മാസ്റ്ററി ലേണിംഗ് മോഡലിൽ പറയുന്ന എന്താ?
ഇവിടെ സമയമെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു കുട്ടിക്ക് ഒരു ടോപ്പിക്കിൽ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ എന്ത് ചെയ്യാം, മാസ്റ്ററി നേടിയെടുക്കാൻ സാധിക്കും, കുട്ടിക്ക് അറിവ് നേടിയെടുക്കാൻ സാധിക്കും. ആവശ്യത്തിന് സമയമെടുത്തുകൊണ്ട്, ടേക്കിംഗ് സഫിഷ്യൻറ്റ് ടൈം, ആവശ്യത്തിന് സമയമെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ആ വിഷയത്തിലുള്ള അറിവിനെ എന്ത് ചെയ്യാം, ഊട്ടിയുറപ്പിക്കാം. According to this model, every child can store 90 to 100%, and if the child fails, it is a failure of system and teacher. അതായത് ഈ മോഡൽ പ്രകാരം പറയുന്നത് എന്താ, ഓരോ കുട്ടിക്കും 90 മുതൽ 100% വരെ എന്ത് ചെയ്യുക, ആശയങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഇനി അതിന് കുട്ടിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, കുട്ടി പരാജയപ്പെട്ടു പോവുകയാണ് എങ്കിൽ, അത് ആരുടെ പരാജയമല്ല, കുട്ടിയുടെ പരാജയമല്ല, മറിച്ച് എന്താണ്, അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും അതുപോലെ ടീച്ചറുടെയും പരാജയമാണ് എന്ന് പറയുന്നു. സോ ഇവിടെ ശ്രദ്ധിക്കുക, ടീച്ചർ മാസ്റ്ററി ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് നൽകും. ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് നൽകും, കുട്ടി അതെന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അസസ്മെൻ്റ് എടുക്കും. അസസ്മെൻ്റ് എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ആ വിഷയത്തിൽ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷനിലേക്ക് പോകും, പിന്നീട് പ്രാക്ടീസിലേക്ക് പോകും. ഇതൊരു സൈക്ലിക്കൽ പ്രൊസീജിയർ ആയിട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് മതിയായ സമയം എടുത്തുകൊണ്ട്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയം എടുത്തുകൊണ്ട് ആ വിഷയത്തിൽ അറിവ് പൂർണ്ണമായി നേടുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇനി പ്രാക്ടീസ് ആൻഡ് ഫീഡ്ബാക്ക്. ദ ടീച്ചർ ഷുഡ് പ്രൊവൈഡ് ഇനഫ് ടൈം ആൻഡ് എംപ്ലോയ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ടു ഹെൽപ്പ് ഓൾ സ്റ്റുഡൻസ് അച്ചീവിങ് മാസ്റ്ററി ലെവൽ ഓഫ് ലേണിംഗ്. എന്ത് ചെയ്യുന്നു, ടീച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് സമയം ഈ മാസ്റ്ററി ഓഫ് ലേണിങ്ങിന് വേണ്ടി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ടൈം സ്പെൻഡ് ഓൺ ലേണിംഗ് ഈസ് ദ കീ ടു മാസ്റ്ററി. എത്ര സമയമാണ് നമ്മൾ പഠനത്തിന് വേണ്ടി നൽകുന്നത്, എത്ര സമയമാണ് ഓരോ കുട്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനത്തിന് വേണ്ടി നൽകുന്നത്, അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, എന്താവാൻ സാധിക്കുക, ആ വിഷയത്തിൽ എന്ത് ചെയ്യുക, മാസ്റ്ററി ആവാൻ സാധിക്കുക. PSC ഒക്കെ പഠിക്കുന്നവർ കണ്ടിട്ടില്ലേ, ഒരുപാട് സമയം എന്ത് ചെയ്യും, PSC കൺസെപ്റ്റുകൾ, കണ്ടൻറ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റ് പഠിക്കുക. അത് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിപ്പറ്റേറ്റീവായിട്ട് ഒരുപാട് സമയമെടുത്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ വിഷയത്തിൽ അവർ മാസ്റ്ററായിട്ട് മാറും, അവർ പ്രഗത്ഭരായിട്ട് മാറും, അവർക്ക് പ്രാവീണ്യമുള്ളവരായിട്ട് മാറും. The student should not be allowed to learn next unit unless they have achieved mastery over the present unit with training. അതായത് നിലവിലുള്ള പാഠഭാഗം അത് പൂർണ്ണമായി പഠിച്ച ആ വിഷയത്തിൽ മാസ്റ്ററി ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത ഘട്ടത്തിലുള്ള അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യും, അടുത്ത യൂണിറ്റിലേക്ക് പോവുകയുള്ളൂ. ലേണിംഗ് ടാസ്ക് ഓർ കണ്ടന്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്ട് ഓഫ് സൈസ്, കണ്ടൻമെൻറ്റ് ആൻഡ് ടൈം അക്കോർഡിംഗ് ടു ദി ലേണർ. ലേണറുടെ എബിലിറ്റിക്കും ഇൻട്രസ്റ്റിനും ആറ്റിറ്റ്യൂഡിനും ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ലേണിംഗ് ടാസ്കുകൾ അതുപോലെ ലേണിംഗ് കണ്ടൻറ്റുകൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ, ചെറിയ സൈസിൽ, സ്മോൾ പാർട്സ് ഓഫ് സൈസ്, ചെറിയ സൈസായിട്ട് എന്ത് ചെയ്യുന്നു അല്ലേ, ചെറിയ സമയം, കുറച്ച് സമയമായിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, കുട്ടികളുടെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു. ടീച്ചർ ഷുഡ് ബി ചൈൽഡ് സെൻട്രിക്. ഇവിടെ എന്ത് ചെയ്യണം, ടീച്ചർ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെയോ ഇതിലെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. അതിലൊന്നാമത്തേതാണ് ഫോക്കസ്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് ലേൺ ആൻഡ് അറ്റൈൻ മാസ്റ്ററി ലെവൽ ഇഫ് സഫിഷ്യൻറ്റ് ടൈം ഈസ് ഗിവൺ. സഫിഷ്യൻ്റ് ആയിട്ടുള്ള സമയം നൽകുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു വിഷയത്തിൽ മാസ്റ്ററി ആവാൻ സാധിക്കും. പിന്നെയോ ആഡിക്വേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ടൈംലി ഹെൽപ്പ് ഈസ് പ്രൊവൈഡഡ് ടു ദം അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. അവരുടെ നീഡ്സിനും ഇൻട്രസ്റ്റിനും എബിലിറ്റിക്കും അനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും സഹായങ്ങളും നൽകിയാൽ മാത്രം മതി. ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസ്, അതായത് 95% ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് വിത്ത് ഡ്യൂ പ്രൊവിഷൻസ് ഓഫ് സഫിഷ്യൻറ്റ് ടൈം ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ഹെൽപ്പ് ക്യാൻ അറ്റൈൻ മാസ്റ്ററി. ഒരു ക്ലാസ്സിലുള്ള ഭൂരിഭാഗം കുട്ടികൾക്കും, ഏകദേശം 95% കുട്ടികൾക്കും എന്ത് ചെയ്യാം, മതിയായ സമയവും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ സമയവും അതുപോലെ അതിനനുയോജ്യമായിട്ടുള്ള സഹായങ്ങളും നൽകുന്നതിലൂടെ എന്ത് ചെയ്യാം, അവർക്ക് മാസ്റ്ററി അറ്റൈൻ ചെയ്യുവാൻ സാധിക്കും. പിന്നെ സിൻടാക്സ്. ഈ ബ്ലൂംസിൻ്റെ മാസ്റ്ററി മോഡൽ പ്രകാരം ഇതിലെന്ത് ചെയ്യുന്നു, സിൻടാക്സ്, സീക്വൻസുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം പ്ലാനിംഗ് ഫോർ മാസ്റ്ററി. ഇറ്റ് ഇൻക്ലൂഡ് പ്ലാനിംഗ്, ദ ഡിവിഷൻ ഓഫ് സബ് ടോപ്പിക്സ്, ഇവാലുവേഷൻ സ്ട്രാറ്റജി. അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാനിങ്ങും ഡിവിഷൻ ഓഫ് സബ് ടോപ്പിക്, ഇവാലുവേഷൻ സ്ട്രാറ്റജി ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതായത് പ്ലാനിംഗ് ഘട്ടമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഘട്ടമാണ് ഫേസ് 2 ആണ് ടീച്ചിങ് ഫോർ മാസ്റ്ററി. മാസ്റ്ററിക്ക് വേണ്ടി എന്ത് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ. മൂന്നാമത്തെ ഘട്ടമാണ് ഫോർമുലേറ്റിംഗ് ഇവാലുവേഷൻ ഫോർ ഡയഗ്നോസ്റ്റിക് മാസ്റ്ററി. എന്ത് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ. നാലാമത്തേതോ
പ്രൊവൈഡിങ് ഡിഫറൻഷ്യൽ ടീച്ചിങ് ഫോർ മാസ്റ്ററി, അതായത് കുട്ടികളുടെ വ്യത്യസ്തമായ തലത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, കുട്ടികളുടെ എബിലിറ്റിക്കും ഇൻട്രസ്റ്റിനും ആറ്റിറ്റ്യൂഡിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻഷ്യൽ ടീച്ചിങ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അഞ്ചാമത്തെ ഘട്ടമാണ് ഇത് റീ ഇവാലുവേഷൻ ആൻഡ് റെമഡിയൽ വർക്ക് ഫോർ മാസ്റ്ററി. എന്ത് ചെയ്യുക, വീണ്ടും ഇവാലുവേഷൻ ചെയ്യുക, എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ്, കുട്ടികൾ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ വിഷയത്തിൽ മാസ്റ്ററി ആയിട്ടില്ലെങ്കിൽ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് വർക്കുകൾ ചെയ്യുക. പിന്നെയോ ഫേസ് 6 എന്ന് പറയുന്നത് എന്താ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് ഫോർ മാസ്റ്ററി. എന്ത് ചെയ്യുക, ഒരു സമ്മേറ്റീവായിട്ട് എന്ത് ചെയ്യുക, ഒരു കോഴ്സിൻ്റെ ഒരു പീരീഡ്, ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുക. പിന്നെയോ ഗ്രേഡിംഗ് ഫോർ മാസ്റ്ററി, അവർക്ക് എത്രത്തോളം അവർക്ക് മാസ്റ്ററി ആ വിഷയത്തിൽ അറിവ് നേടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേഡിംഗ് ചെയ്യുക. ഇതാണ് സിൻടാക്സ്. അടുത്തതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. ദ മെയിൻ എംഫസിസ് ഇൻ ദിസ് മോഡ് ഓൺ ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻറ്റ് ടു അറ്റെയിൻ മാസ്റ്ററി ഓവർ ദി മെറ്റീരിയൽ തോട്ട്. ഇത് പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്നതിനാണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുക, ആഴത്തിലുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹിയർ ദ സ്പീഡ് ഓഫ് ദി ലേണർ ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ പെട്ടെന്ന് പഠിക്കുവാനുള്ള കഴിവിനെ, ലേണറുടെ സ്പീഡിനെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പരിഗണിക്കുന്നില്ല. വിത്ത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടീച്ചർ ഗെറ്റ്സ് ടു നോ ദ നാച്ചർ ഓഫ് ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദി ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷനിലൂടെ ടീച്ചർക്ക് ഒരു കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കുന്നു. ദ ടീച്ചർ റിമൈൻ കോൺഷ്യസ് ഇൻ റിമൈൻഡിങ് ദ സ്റ്റുഡൻറ്റ് ദാറ്റ് ലേണിംഗ് കംപ്ലീറ്റ്ലി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബൈ ജസ്റ്റ് ഫിനിഷിംഗ് ദി ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ടാസ്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, ആ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിച്ച് തീർക്കുക എന്നുള്ളതാണെന്ത് പ്രധാനപ്പെട്ടത് എന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നു, അവരെ ബോധവാന്മാരാക്കുന്നു. പിന്നെയോ ദ വൺ ഹൂ മാസ്റ്റേഴ്സ് ദ കൺസെപ്റ്റ് ലേറ്റ് ഈസ് നോ വേ ഇൻഫീരിയർ ടു ദ ഈസി മാസ്റ്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു, നേരത്തെ പഠിച്ചവർ, നേരം വൈകി എന്ത് ചെയ്യുന്നു, കൺസെപ്റ്റ് നേടിയവർ, അവർ തമ്മിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒരു ഡിഫറൻസ് നമ്മൾ പരിഗണിക്കുന്നില്ല. പിന്നെയോ എവരി സ്റ്റുഡൻസ് വർക്ക് അറ്റ് ഹിസ് ഓൺ സ്പേസ്. ഓരോ കുട്ടിയും പഠിക്കുന്ന അവൻ്റെ ഒരു പേസിന് വേഗതയ്ക്കനുസരിച്ചിട്ടാണ്. പിന്നെയോ ഹെൽപ്പ് സ്ലോ ലേണേഴ്സ് ഇൻ ഗെയിനിങ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഹോപ്പ് ഫോർ സക്സസ്. സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യുന്നു, സെൽഫ് കോൺഫിഡൻസ് ഇവിടെ ടീച്ചർ നൽകുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, അവരെ സക്സസ്സിന് വേണ്ടിയിട്ട് അവർക്ക് പ്രതീക്ഷകൾ നൽകുന്നു. പിന്നെയോ എൻകറേജ് സെൽഫ് അനാലിസിസ് ആൻഡ് ഇൻസ്പിറേഷൻ. സെൽഫ് അനാലിസിസിനെ ഇൻസ്പിറേഷനൊക്കെ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ടീച്ചിങ് മോഡലിൽ. പിന്നെയോ സോഷ്യൽ സിസ്റ്റം. ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് മാസ്റ്ററി ബൈ ഓൾ സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് ടീച്ചർ ആസ് ടു ഓർഗനൈസ് ദ ക്ലാസ് ഇൻ ദി സ്മോൾ ഗ്രൂപ്പ്. എന്ത് ചെയ്യണം, മാസ്റ്ററി ലേണിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ടീച്ചർക്ക് ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും എന്ത് ചെയ്യാം, ചെറിയ ഗ്രൂപ്പുകളായി തിരിക്കാം. ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഏർലി മാസ്റ്റേഴ്സ് ആസ് മോണിറ്റേഴ്സ്. നേരത്തെ എന്ത് ചെയ്യുക, മാസ്റ്റർ ആവുന്ന കുട്ടികൾ, അതായത് നേരത്തെ തന്നെ ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് നേടുന്ന കുട്ടികളെ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൻ്റെ മോണിറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, നിയമിക്കാം. അതുപോലെ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ആസ് ട്യൂട്ടേഴ്സ്. ഈ സ്റ്റുഡൻറ്റ് ഇൻഡിവിജ്വൽസിനെ എന്താക്കി മാറ്റാം, ഇവരെ ട്യൂട്ടേഴ്സായിട്ട് മാറ്റുകയും ചെയ്യാം. ദിസ് മോഡൽ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ഇൻറ്ററാക്ഷൻ ഇൻ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ പീപ്പിൾ ഇൻറ്ററാക്ഷൻ, കുട്ടികൾക്കിടയിൽ ഒരു പരസ്പരം എന്ത് ചെയ്യുക, ഒരു ഇൻറ്ററാക്ഷൻ, ഇടപഴകലുകൾ സാധ്യമാക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ഇത് അവസരങ്ങൾ നൽകുന്നു. പിന്നെ സപ്പോർട്ട് സിസ്റ്റം. ആമ്പിൾ കണ്ടൻറ് ഓർ റിസോഴ്സ് അവൈലബിലിറ്റി. ഈ പറയുന്ന മാസ്റ്ററി ലേണിങ്ങിന് എന്ത് ചെയ്യണം, ആമ്പിൾ കണ്ടൻറ് ഓർ റിസോഴ്സ് അവൈലബിലിറ്റി വേണം. ഒരുപാട് കണ്ടൻറ്റ്, വലിയ അളവിലുള്ള കണ്ടൻറ്റ്, റിസോഴ്സൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി അവൈലബിൾ ആയിരിക്കണം. പിന്നെയോ എയ്ഡ്സ് ഫോർ ഡിഫറൻഷ്യൽ ടീച്ചിങ്. ഡിഫറൻഷ്യൽ ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ടീച്ചിങ് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നടത്തേണ്ടി വരും. കാരണം ലേണേഴ്സിൻ്റെ എബിലിറ്റി, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, ഒരു വിഷയത്തിൽ അവരെ മാസ്റ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാസ്റ്ററി ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള എയ്ഡ്സ്, വസ്തുക്കൾ, സഹായങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഡിഫറൻഷ്യൽ ടീച്ചിങ്ങിന് വേണ്ടി ഇവിടെ ആവശ്യമായിട്ട് വരും. പിന്നെയോ ആപ്ലിക്കേഷൻ. ഇറ്റ് ഹാസ് അഡ്വാൻറ്റേജസ് ഇൻ ടേംസ് ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് കോൺസിക്വൻസസ്. ദിസ് മോഡൽ ഈസ് വർക്കബിൾ ഇൻ ഹയർ ക്ലാസ്സസ്. ഈ മോഡൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക വലിയ ഉയർന്ന തലത്തിലുള്ള ക്ലാസ്സുകളിലാണ്. ചെറിയ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ്. ഹെൽപ്പ് സ്റ്റുഡൻസ് വാട്ട് ദേ ഹാവ് ലേൺഡ് ആൻഡ് വാട്ട് ദേ നീഡ് ടു ലേൺ ബെറ്റർ. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അവരെന്താണ് പഠിച്ചിട്ടുള്ളതെന്നും
അവർക്കിനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെയോ കറക്റ്റീവ്സ് ആർ ഇൻഡിവിജ്വലൈസ്ഡ്. ഓരോ കുട്ടിക്കും ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെയോ പ്രിവെൻറ്റ്സ് മൈനർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫ്രം അക്യുമുലേറ്റിംഗ് ആൻഡ് ബിക്കമിങ് എ മേജർ ലേണിംഗ് പ്രോബ്ലം. എന്ത് ചെയ്യുന്നു, ചെറിയ മൈനർ ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ വളർന്നിട്ട് എന്ത് ചെയ്യുന്നു, വലിയ ലേണിംഗ് പ്രോബ്ലം ആവുന്നതിന് എന്ത് ചെയ്യുന്നു, ഇവിടെ തടയുന്നു. പിന്നെയോ ഹെൽപ്സ് ടു ഓവർകം ഇൻഡിവിജ്വൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഇൻഡിവിജ്വൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നെയോ ഓഫർ സ്റ്റുഡൻസ് എ സെക്കൻഡ് ചാൻസ് അറ്റ് സക്സസ്. പിന്നെയോ റെഡ്യൂസസ് ദ വേരിയേഷൻ ഇൻ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ലെവൽസ്. സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് ലെവലിലുള്ള വേരിയേഷൻസ്, വ്യതിയാനങ്ങളെ കുറക്കുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ്സ് ഓർ ലോങ് പ്രോസസ്സ്. നമുക്കറിയാം ചില കുട്ടികൾ, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഒരേപോലെ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് കൺസെപ്റ്റ് അറ്റൈൻ ചെയ്യുകയും കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും അവരത് പഠിച്ചെടുക്കുകയും ചെയ്യും. എന്നാൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ മെൻ്റൽ എബിലിറ്റിക്ക് അനുസരിച്ച് വളരെ പതുക്കെ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ടീച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സ് ആയിരിക്കും, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതായിരിക്കും. പിന്നെയോ ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് സമയം എന്ത് ചെയ്യണം, ഈ പറയുന്ന മാസ്റ്ററി ലേണിങ്ങിൻ്റെ ഭാഗമായി ഒരുപാട് സമയം എന്ത് ചെയ്യണം, ചിലവഴിക്കേണ്ടതായിട്ട് വരും. എല്ലാ കുട്ടികളും എന്ത് ചെയ്യും, ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ നോളജ്, ആഴത്തിലുള്ള അറിവ് നേടിയാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ഇവിടെ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയുള്ളൂ. സോ ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെയോ നോ സിംഗിൾ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ വർക്ക് ഫോർ ഹോൾ. ശ്രദ്ധിക്കുക, ഇവിടെ ലേണേഴ്സ് എന്ന് പറയുന്നത് അവരുടെ എബിലിറ്റി, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ഒക്കെ വ്യത്യസ്തമാണ്. സോ കുട്ടികൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ സിംഗിൾ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ നോട്ട് വർക്ക് ഫോർ ഓൾ. എല്ലാവർക്കും ഒരൊറ്റ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാൻ സാധിക്കില്ല. കുട്ടികളുടെ മെൻ്റൽ കോഗ്നിറ്റീവ് എബിലിറ്റിക്കൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യണം, വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പിന്നെയോ ടീച്ചർ ഇൻക്രീസ് വേരിയേഷൻ ഇൻ ടീച്ചിങ്. ടീച്ചിങ്ങിൽ എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സ് എന്ത് ചെയ്യും, വലിയ അളവിലുള്ള വേരിയേഷൻസ്, വ്യത്യസ്തതകൾ, വ്യതിയാനങ്ങൾ എന്ത് ചെയ്യും, കൊണ്ടുവരുന്നു. പിന്നെയോ സ്റ്റുഡൻസ് മേ നീഡ് അഡീഷണൽ ടൈം ടു ലേൺ. കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഈ മാസ്റ്ററി ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അധിക സമയം എന്ത് ചെയ്യണം, ഓരോ കൺസെപ്റ്റുകളും ഓരോ യൂണിറ്റുകളും പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നു. ഇതൊക്കെ ഡീമെറിറ്റ്സ് ആണ്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടീച്ചിങ് മോഡലാണ് സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് ട്രെയിനിങ് ഓർ സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓക്കെ, സ്കിന്നറുടേതാണ് എന്ത്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഓർ ഓപ്പറൻറ്റ് ട്രെയിനിങ് മോഡൽ എന്നറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് വിശദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി ഈസ് എ ആർ ടൈപ്പ് തിയറി. സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ ടൈപ്പ് തിയറി എന്ന്. ഓക്കെ, ആർ ടൈപ്പ് തിയറി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ രീതിയിൽ നമ്മൾ മറ്റ് മെത്തേഡുകൾ എടുത്താൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആവട്ടെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആവട്ടെ, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെയൊക്കെ അത് എസ് ടൈപ്പ് തിയറി എന്നറിയപ്പെടുന്നു. കാരണം ഒരു സ്റ്റിമുലസ് നൽകുകയും അതിനനുസരിച്ചുകൊണ്ട് ഒരു റെസ്പോൺസിനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നതാണ് ഇത് സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയിൽ, ഓപ്പറൻറ്റ് ട്രെയിനിങ് തിയറിയിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ആദ്യം ഒരു സ്റ്റിമുലസ് നൽകും, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റെസ്പോൺസിനെ കണ്ടീഷൻ ചെയ്തെടുക്കും. എന്നാൽ സ്കിന്നറുടെ തിയറിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആദ്യം റെസ്പോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. ഓക്കെ, ആദ്യം റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്, മറിച്ച് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലസ് നൽകപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു ആർ ടൈപ്പ് തിയറി എന്നെന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന് ഈ പറയുന്ന റെസ്പോൺസ് ടു സ്റ്റിമുലസ് തിയറി അല്ലെങ്കിൽ റെസ്പോൺസ് ടു സ്റ്റിമുലസ് ടീച്ചിങ് മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ഒരു എലിയിലാണ്. ഓക്കെ, എലിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു പരീക്ഷണം സ്കിന്നർ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ റെസ്പോൺസിനെ എന്ത് ചെയ്തിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു രണ്ടായിട്ട്. ദ റെസ്പോൺസ് ടൈപ്പ് ക്ലാസിഫൈഡ് ഇൻറ്റു 2. രണ്ട് തരത്തിലുള്ള റെസ്പോൺസുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ റെസ്പോൺസിനെ ഈ പറയുന്ന സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ട്രെയിനിങ് തിയറി പ്രകാരം തിരിച്ചിരിക്കുന്നു. റെസ്പോൺസ് രണ്ട് തരത്തിലുള്ള റെസ്പോൺസുകളാണുള്ളത്. ഒന്ന് എലിസിറ്റഡ് റെസ്പോൺസാണ്. എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് നൽകുകയും അതിനനുസരിച്ച് റെസ്പോൺസിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന രീതിയാണ്.
നമ്മൾ സ്റ്റിമുലസ് ആയിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും നൽകുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് റെസ്പോൺസ് എന്ത് ചെയ്യുന്നു, ആ വസ്തുവിൽ നിന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ജീവിയിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ സ്റ്റിമുലസ് നൽകുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് നൽകുന്നു, അതിനനുസരിച്ച് കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓക്കെ, ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക. പിന്നെയോ എമിറ്റഡ് റെസ്പോൺസ് ആണ് അടുത്തത്. എമിറ്റഡ് റെസ്പോൺസ്, എമിറ്റ് ചെയ്യപ്പെടുന്ന റെസ്പോൺസാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ആക്ച്വലി ഇറ്റ് ഈസ് ആപ്പൻസ് ഡ്യൂ ടു ദി റാൻഡം ആക്ടിവിറ്റീസ്. റാൻഡം ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട്, അതായത് ആരും പറയാതെ മനഃപൂർവ്വമല്ലാതെ സ്വയമേവ ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കപ്പെടുന്നതാണ് ഇത് എമിറ്റഡ് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? സ്വയമേവ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ആദ്യം റെസ്പോൺസ് ഉണ്ടാവുകയും അതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റിമുലസ് നൽകപ്പെടുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന സ്കിന്നറുടെ ഓപ്പറൻറ്റ് ട്രെയിനിങ് പ്രകാരം അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പ്രകാരം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത് ഒരു എലിയിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എലിയെ ഒരു ചെറിയ കൂടിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അടച്ചു വെക്കുന്നു. ആ കൂടിനെ വിളിക്കുന്ന പേരാണ് സ്കിന്നർ ബോക്സ് എന്ന്. ഓക്കെ, സ്കിന്നറുടെ ബോക്സ് ആയതുകൊണ്ടാണ് സ്കിന്നർ ബോക്സ് എന്ന് എന്ത് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂടിനുള്ളിൽ എലി അകപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ആ എലി എന്ത് ചെയ്യുന്നു, ആ കൂടിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, പോകുന്നു, വിവിധ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ആ കൂടിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുറമേ ഘടിപ്പിച്ചതായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിന്നും ആ ബോക്സിനകത്തേക്ക് എന്ത് വരും, ഒരു പെല്ലറ്റ്, അതായത് ഒരു ഭക്ഷണം എന്ത് ചെയ്യും, എലിക്ക് വേണ്ട ഭക്ഷണം വരും. ഓക്കെ, അപ്പോൾ ഇത് റാൻഡമായിട്ട് സംഭവിക്കുന്നതാണ്. മനഃപൂർവ്വമായിട്ട് അതിൽ പോയി എന്ത് ചെയ്യുന്നതല്ല, എലി ചവിട്ടുന്നതല്ല, റാൻഡമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അങ്ങനെ റാൻഡമായി സംഭവിക്കുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു, റെസ്പോൺസ് അതിനുള്ള സ്റ്റിമുലസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടെയ്നറിൽ നിന്നും പുറത്ത് ഘടിപ്പിച്ചതായ ആ കണ്ടെയ്നറിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഭക്ഷണം ആ എലിക്ക് ലഭിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, റാൻഡമായിട്ട് സംഭവിക്കുന്ന ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അതിനെന്ത് സംഭവിക്കുന്നു, അതിന് സ്വാഭാവികമായിട്ടും ഇത് ലഭിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, എപ്പോഴൊക്കെ അതിൽ ചവിട്ടുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടി ക്ലാസ് എടുക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന വേളയിൽ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടി ഒരു ചിത്രം വരക്കുന്നു. ടീച്ചർ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല, കുട്ടി എന്ത് ചെയ്യുന്നു, ചിത്രം വരയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ആ ചിത്രം വര കാരണം എന്ത് ചെയ്യുന്നു, കണ്ടതിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ആദ്യം വന്ന റെസ്പോൺസാണ്, ചിത്രം വര എന്ന് പറയുന്ന റെസ്പോൺസാണ് ആദ്യം വന്നത്. ഓക്കെ, അതിനുള്ളൊരു സ്റ്റിമുലസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ടീച്ചർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു, വീണ്ടും നല്ലവണ്ണം വരയ്ക്കുന്നു. ഓക്കെ, അതാണെന്ത്, ഇതിന് എക്സാമ്പിൾ. പിന്നെ സ്റ്റിമുലസ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. സ്റ്റിമുലസിനെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് കാറ്റഗറിയിലായിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഒന്ന് റീഇൻഫോഴ്സ്മെൻ്റ് എന്നും മറ്റൊന്ന് പണിഷ്മെൻ്റ് എന്നും, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഈ റീഇൻഫോഴ്സ്മെൻറ്റിനെയും പണിഷ്മെൻറ്റിനെയും രണ്ട് തരത്തിൽ തരംതിരിക്കാം. ഒന്നാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ആഡിങ് എ പ്ലസൻറ്റ് സ്റ്റിമുലസ് ഫോർ സ്ട്രെങ്തനിങ് ദി സ്റ്റിമുലസ്. സ്റ്റിമുലസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പോസിറ്റീവായ രീതിയിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, വെരി ഗുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെയോ പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ് അടുത്തത്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് മീൻസ് ആഡിങ് അൺപ്ലസൻറ്റ് സ്റ്റിമുലസിനെ ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് വീക്കനിങ് ദ സ്റ്റിമുലസിനെ എന്ത് ചെയ്യുന്നു, വീക്കൻ ചെയ്യുന്നു. പിന്നെയോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോഴോ റിമൂവിങ് ദി അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ആൻഡ് സ്ട്രെങ്തൻ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലസിനെ എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. പിന്നെയോ നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്താ പറയുന്നത്, റിമൂവിങ് പ്ലസൻറ്റ് സ്റ്റിമുലസിനെ എന്ത് ചെയ്യുന്നു, പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് വീക്കൻസ് ദി സ്റ്റിമുലസ്. അത് ഓർത്തു വെക്കുക. ഇങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റിമുലസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഇതൊരു ആർ ടൈപ്പ് തിയറി ആണെന്നും റെസ്പോൺസ് ടു സ്റ്റിമുലസ് തിയറി ആണെന്നും ഒക്കെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അപ്പോൾ ചോദ്യമായിട്ട് വരിക, എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് ദ ബ്രൂണേഴ്സ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ടീച്ചിങ് മോഡൽ എന്ന് ചോദ്യം വന്നേക്കാം. സോ നമുക്ക് നോക്കാം.
കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്ന മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ജെറോം എസ് ബ്രൂണറും അവരുടെ അസോസിയേറ്റും കൂടി ചേർന്നിട്ടാണ്. ഈ മോഡൽ എന്ത് ചെയ്യുന്നു, പ്രധാനമായും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു കൺസെപ്റ്റിനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂസിങ് ദി ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്, വ്യത്യസ്തമായ ആട്രിബ്യൂട്ട്സിനെ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഫിഗർ ഔട്ട് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് എ കാറ്റഗറി ദാറ്റ് ഈസ് ഓൾറെഡി ഫോംഡ് ഇൻ അനദർ പേഴ്സൺസ് മൈൻഡ്. മറ്റൊരു വ്യക്തിയുടെ, അതായത് ടീച്ചറുടെ മൈൻഡിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടായിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആട്രിബ്യൂട്ട്സിനെ ഫിഗർ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മോഡലിലൂടെ സ്റ്റുഡൻറ്റ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഹിയർ കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് എക്സാമ്പിൾസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ എക്സാംപ്ലേഴ്സിനെ എന്ത് ചെയ്യുന്നു, പരസ്പരം കമ്പയർ ചെയ്യുകയും കോൺട്രാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഏതാണ് നമ്മുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടത്, ഏത് ആണ് നമ്മുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെടാത്തത് എന്നൊക്കെ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയുടെ സബ്സെറ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പറയുവാൻ എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എക്സാമ്പിളേഴ്സും ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിളേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള എക്സാമ്പിളേഴ്സിനെയും നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിളേഴ്സിനെയും എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യപ്പെടുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ, ഇംഗ്ലീഷ് വിഷയമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതുപോലെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സ്റ്റെപ്സ് ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ആ മോഡൽ പ്രകാരം ടീച്ചിങ് പ്രോസസ്സ് എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത്. ഒന്നാമത്തേതാണ് സെലക്ട് ആൻഡ് ഡിഫൈൻ എ കൺസെപ്റ്റ്. ആദ്യമായി ചെയ്യേണ്ടത് ഒരാശയത്തെ തിരഞ്ഞെടുക്കുകയും ആശയത്തെ നിർവചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയോ സെലക്ട് ദ ആട്രിബ്യൂട്ട് റിലേറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ്. രണ്ടാമതായി ചെയ്യേണ്ടത് ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയോ ഡെവലപ്പ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. ഈ കൺസെപ്റ്റിനെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്ന ഈ ആശയത്തെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് എക്സാമ്പിൾസും കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്യാത്ത നെഗറ്റീവ് എക്സാമ്പിൾസും എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. പിന്നെയോ ഇൻട്രൊഡ്യൂസ് ദ പ്രോസസ് ടു ദി സ്റ്റുഡൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്രക്രിയയെ, ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പ്രകാരമുള്ള ആ ഒരു ടീച്ചിങ് മെത്തേഡിനെ എന്ത് ചെയ്യുക, കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇൻട്രൊഡ്യൂസ് ദ പ്രോസസ് ടു ദി സ്റ്റുഡൻസ്. പിന്നെയോ പ്രസൻറ്റ് ദി എക്സാമ്പിൾസ് ആൻഡ് ലിസ്റ്റ് ദി ആട്രിബ്യൂട്ട്സ്. എന്ത് ചെയ്യുക, എക്സാമ്പിൾസിനെ പ്രസൻറ്റ് ചെയ്യുകയും ആട്രിബ്യൂട്ട്സിനെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെയോ ഡെവലപ്പ് എ കൺസെപ്റ്റ് ഡെഫിനീഷൻ. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഒരു കൺസെപ്റ്റിൻ്റെ ഡെഫിനീഷന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. കൺസെപ്റ്റിന് നമ്മൾ ഏത് ആശയമാണോ പഠിപ്പിക്കുന്നത് ആ ആശയത്തെ ബന്ധപ്പെട്ട ഒരു നിർവചനം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെയോ ഗിവ് അഡീഷണൽ എക്സാമ്പിൾസ്. അഡീഷണൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, നൽകുക. ഓക്കെ, ഒന്നും കൂടി ആ കൺസെപ്റ്റിനെ കുട്ടികളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നൽകുക. പിന്നെയോ ഡിസ്കസ് ദ പ്രോസസ് വിത്ത് ക്ലാസ്. ഈ ഒരു പ്രോസസ്സിനെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. ഇതൊക്കെയാണ് ഘട്ടങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ എലമെൻസുകൾ എന്തെല്ലാമാണ്, ഈ ഒരു ടീച്ചിങ് മോഡലുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ്. അതിലൊന്നാമത്തേതാണ് ഫോക്കസ് ഓഫ് ദി മോഡൽ. In addition to help students in the attainment of a particular concept, the model also enables them to become aware about the process of conceptualization. ഒരാശയത്തെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു, ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അതെന്ത് ചെയ്യുന്നു, കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഓക്കെ, ഒരാശയവൽക്കരണം എന്ന് പറയുന്ന ആ പ്രക്രിയയെക്കുറിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കുട്ടികളിൽ ഒരു അവബോധം സൃഷ്ടിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ആൻഡ് കൺസെപ്റ്റ് ഓഫ് അറ്റൈൻമെൻറ്റ് ബൈ ദി ബ്രൂണർ. ഈ പറയുന്ന ടീച്ചിങ് മോഡൽ ബേസ് ചെയ്തിരിക്കുന്നത് തിയറി ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ബൈ ബ്രൂണറുടെ തന്നെ ബ്രൂണറുടെ തിയറി ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടീച്ചിങ് മോഡൽ ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഘട്ടങ്ങളാണ് അടുത്ത് പറയുന്നത്. സിൻടാക്സ് ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിന് 3 ഫേസുകളാണ്, ഘട്ടങ്ങളാണ്, സീക്വൻസുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്. രണ്ടാമത്തേതാണ് ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് ദി കൺസെപ്റ്റ്. രണ്ടാമതായിട്ട് ആ കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നെന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തതോ അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്.
ആൻഡ് ദി തിങ്കിങ് സ്ട്രാറ്റജീസിനെ അനലൈസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ഇങ്ങനെ 3 സിൻടാക്സുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ഫേസ് 1. അതിലെന്ത് ചെയ്യുന്നു? ടീച്ചർ പ്രസൻറ്റ് ലേബിൾഡ് എക്സാമ്പിൾസ്. ടീച്ചർ എന്ത് ചെയ്യുന്നു? ലേബിൾ ചെയ്ത എക്സാമ്പിളുകളെ ടീച്ചർ പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെയോ സ്റ്റുഡൻസ് കമ്പയർ ആട്രിബ്യൂട്ട്സ് ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസ് ആട്രിബ്യൂട്ട്സിനെ കമ്പയർ ചെയ്യുന്നു എങ്ങനെ? പോസിറ്റീവ് നെഗറ്റീവ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട്. പിന്നെയോ സ്റ്റുഡൻസ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്. സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? ഹൈപ്പോത്തിസിസ് ടെൻറ്റേറ്റീവ് അസംഷൻസിനെ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തിസിനെ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെയോ സ്റ്റുഡൻസ് സ്റ്റേറ്റ് ഡെഫിനീഷൻ അക്കോർഡിംഗ് ടു ദി എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ്. എസെൻഷ്യൽ ആട്രിബ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുക? ഡെഫിനീഷൻ സ്റ്റേറ്റ് ചെയ്യുന്നു. കുട്ടികൾ ഡെഫിനീഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടം ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് ദി കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസ് ഐഡൻറ്റിഫൈ അഡീഷണൽ എക്സാമ്പിൾസ് ആസ് യെസ് ഓർ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് അഡീഷണൽ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ആ കൺസെപ്റ്റ് കുട്ടികൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. പിന്നെയോ ടീച്ചർ കൺഫേം ഹൈപ്പോത്തിസിസ് ആൻഡ് റീസ്റ്റേറ്റ് ഡെഫിനീഷൻ. ടീച്ചർ എന്ത് ചെയ്യുന്നു? ഹൈപ്പോത്തിസിസിനെ എന്ത് ചെയ്യുന്നു? കൺഫേം ചെയ്യുകയും ആ ഡെഫിനീഷനെ റീസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെയോ സ്റ്റുഡൻസ് ജനറേറ്റ് എക്സാമ്പിൾസ്. ഈ പറയുന്ന എക്സാമ്പിളുകൾക്ക് പുറമെ എന്ത് ചെയ്യുക? കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട്, ആശയവുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസിനെ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു. പിന്നെയോ അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്. തിങ്കിങ് സ്ട്രാറ്റജീസിനെ അനലൈസ് ചെയ്യുന്നു. സ്റ്റുഡൻസ് ഡിസ്ക്രൈബ് തോട്ട്സ്. സ്റ്റുഡൻറ്റ് ഡിസ്കസ് ദ റോൾ ഓഫ് ഹൈപ്പോത്തിസിസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. സ്റ്റുഡൻസ് ഡിസ്കസ് ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇതാണ് സിൻടാക്സ്, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദിസ് മോഡൽ. പിന്നീട് വരുന്നതാണ് സോഷ്യൽ സിസ്റ്റം. ഇതൊരു ഫണ്ടമെൻ്റൽ എലമെൻറ്റ് തന്നെയാണ്. സോഷ്യൽ സിസ്റ്റത്തിൽ പറയുന്നത് എന്താ? പ്രിയർ ടു ടീച്ചിങ് വിത്ത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ടീച്ചർ ചൂസ് ദ കൺസെപ്റ്റ്, സെലക്ട് ആൻഡ് ഓർഗനൈസ് ദ മെറ്റീരിയൽ ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾ ആൻഡ് സീക്വൻസ് ദി എക്സാമ്പിൾ. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ടീച്ചർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ടീച്ചർ എന്ത് ചെയ്യണം? ഒരു കൺസെപ്റ്റിനെ സെലക്ട് ചെയ്യുകയും അതിനെ ഓർഗനൈസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് നെഗറ്റീവ് എക്സാമ്പിൾസിനെ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുകയും അതുപോലെ എക്സാമ്പിൾസിനെ കൃത്യമായി സീക്വൻസ് ചെയ്യുകയും വേണം. പിന്നീട് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. ഡ്യൂറിങ് ദി ഫ്ലോ ഓഫ് ദി ലെസൺ ദ ടീച്ചർ നീഡ്സ് ടു ബി സപ്പോർട്ടീവ് ദ സ്റ്റുഡൻസ് ഹൈപ്പോത്തിസിസ്. ഈ ഒരു ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ ടീച്ചിങ് ലെസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യണം? ഈ ഒരു ടീച്ചിങ് മോഡൽ പ്രകാരം ടീച്ചർ അപ്പോഴും കുട്ടികൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ സപ്പോർട്ട് സിസ്റ്റം. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ലെസൺസ് require that positive and negative examples be presented to the students. The data sources are known beforehand and the attributes are visible. When students are presented with an example, they describe the characteristics, attributes which can be recorded. എന്നുള്ള സപ്പോർട്ടീവ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടീച്ചിങ് മോഡലിന് ആവശ്യമാണ്. പിന്നെയോ ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറിങ് എഫക്ട്സ്. Concept attainment model is designed for instruction on specific concept on the nature of the concept. With abstract concept, the strategies nurture an awareness of alternatives, perspectives, a sensitivity to logical reasoning in communication and a tolerance of ambiguity. അപ്പോൾ ഇൻസ്ട്രക്ഷനായിട്ടും അതുപോലെ നർച്ചറിൻ്റെ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോഡൽ ചില എഫക്റ്റുകൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നു? കൺസെപ്റ്റുകളെക്കുറിച്ച്, നാച്ചർ ഓഫ് കൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ലോജിക്കൽ റീസണിങ്, കമ്മ്യൂണിക്കേഷൻ, ടോളറൻസ് ഓഫ് ആംബിഗ്യൂട്ടി, ഇത്തരത്തിലുള്ള ആശയങ്ങളും കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. സോ ഇതാണ് എന്ത് ഇൻസ്ട്രക്ഷണൽ നാച്ചുറൽ എഫക്റ്റുകളെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. സോ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റുകളിൽ പെട്ടതാണ് നാച്ചർ ഓഫ് എഫക്റ്റ്, നാച്ചർ ഓഫ് കൺസെപ്റ്റ്, ആശയത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അത് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ. പിന്നെയോ ഇംപ്രൂവ്ഡ് കൺസെപ്റ്റ് ബിൽഡിംഗ് സ്ട്രാറ്റജീസ്, പിന്നെയോ സ്പെസിഫിക് കൺസെപ്റ്റ്, പിന്നെയോ ഇൻഡക്റ്റീവ് റീസണിങ്, ഇതൊക്കെ എന്താണ്? ഇൻസ്ട്രക്ഷണൽ എഫക്റ്റാണ്. അതേസമയം നർച്ചറിൻ്റെ എഫക്റ്റിൽ പെട്ടതാണ് ഇത് അവെയർനെസ് ഓഫ് ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ്, ടോളറൻസ് ഓഫ് ആംബിഗ്യൂട്ടി, സെൻസിറ്റിവിറ്റി ടു ലോജിക്കൽ റീസണിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇവയൊക്കെ എന്താണ്? നർച്ചറിൻ്റെ എഫക്റ്റിൽ പെട്ടതാണ്. ഇനി ഈ പറയുന്ന മോഡലുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകൾ നമ്മൾക്ക് അത്രത്തോളം എന്ത് ചെയ്യുക? ഇതിൽ വരുന്നില്ല, എന്നാലും നമ്മൾ പറയാം. അതായത് പ്ലാനിങ് ഫോർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗോൾസ്, സെലക്ഷൻ ഓഫ് എക്സാംപ്ലേഴ്സ് ഓർ എക്സാമ്പിൾസ്, സീക്വൻസിങ് എക്സാമ്പിൾസ്, മീഡിയം ഓഫ് പ്രസൻറ്റേഷൻ. അതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത്. ഈ ഒരു ടീച്ചിങ് മോഡൽ പ്രകാരം ഒന്നാമത്തെ ഘട്ടത്തിൽ പ്ലാനിങ് ഫോർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗോൾസ്,
സെലക്ഷൻ ഓഫ് എക്സാമ്പിൾസ്, സീക്വൻസിങ് എക്സാമ്പിൾസ്, മീഡിയം ഓഫ് പ്രസൻറ്റേഷൻ. രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്നതാണ് ഇംപ്ലിമെൻറ്റിംഗ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, പ്രസൻറ്റിംഗ് എക്സാംപ്ലേഴ്സ് ഓർ എക്സാമ്പിൾസ്, പിന്നെയോ അനാലിസിസ് ഓഫ് എക്സാംപ്ലേഴ്സ് ഓർ എക്സാമ്പിൾസ്. മൂന്നാമത്തെ ഘട്ടമാണ് ഇവാലുവേറ്റിംഗ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിലെ ആക്ടിവിറ്റീസ്, സ്റ്റെപ്പുകൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അടുത്തൊരു ടീച്ചിങ് മോഡലാണ് ഓസ്ബെൽസിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ ടീച്ചിങ് മോഡൽ. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഈസ് ഗിവൺ ബൈ ഡേവിഡ് ഓസ്ബെൽ, ഹു ഈസ് വൺ ഓഫ് ദി എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്ന മോഡൽ ഡേവിഡ് ഓസ്ബെൽ ആണ് എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്. ദിസ് തിയറി മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ഡീൽസ് വിത്ത് 3 കൺസെപ്റ്റ്. പ്രധാനമായും 3 കൺസേൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ തിയറിയുമായി ബന്ധപ്പെട്ട്, വെർബൽ ലേണിംഗുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തത് ഹൗ നോളജ് ഈസ് ഓർഗനൈസ്ഡ്. ഹൗ ദ നോളജ് ഈസ് ഓർഗനൈസ്ഡ്. ഹൗ ദ നോളജ്, അതായത് കരിക്കുലം കണ്ടൻറ്റ്, അതിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെയോ ഹൗ ദ മൈൻഡ് വർക്ക്സ് ടു പ്രോസസ് ന്യൂ ഇൻഫോർമേഷൻ. ഒരു പുതിയ ഇൻഫോർമേഷനെ എങ്ങനെയാണ് മൈൻഡ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്, അതിനുവേണ്ടി എങ്ങനെയാണ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. പിന്നെയോ ഹൗ ടീച്ചർ ക്യാൻ അപ്ലൈ ദീസ് ഐഡിയാസ് അബൌട്ട് കരിക്കുലം ആൻഡ് ലേണിംഗ് വെൻ ദേ പ്രസൻറ്റ് ന്യൂ മെറ്റീരിയൽ ടു സ്റ്റുഡൻസ്. എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചർക്ക് എങ്ങനെയാണ് കരിക്കുലം, ഈ ഐഡിയകളെ എന്ത് ചെയ്യുന്നു, കരിക്കുലത്തെക്കുറിച്ചുള്ള ഐഡിയകളെ, ലേണിംഗ് ഐഡിയകളെയൊക്കെ എങ്ങനെയാണ് പുതിയൊരു മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്യുന്നത്, ടീച്ചർ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ദിസ് മോഡൽ ഈസ് ഡിസൈൻഡ് ടു സ്ട്രെങ്തൻ സ്റ്റുഡൻസ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. സ്റ്റുഡൻസിൻ്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, കരുത്ത് പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് മോഡൽ ടീച്ചർ പ്ലേസ് ദ റോൾ ഓഫ് ഓർഗനൈസർ ഓഫ് സബ്ജക്ട് മാറ്റർ ആൻഡ് പ്രസൻറ്റ് ഇൻഫോർമേഷൻ ത്രൂ ലെക്ചേഴ്സ്, റീഡിങ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ടാസ്ക് ടു ദ ലേണർ ടു ഇൻ്റഗ്രേറ്റ് വാട്ട് ഹാസ് ബീൻ ലേൺഡ്. ഈ മോഡൽ എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചർ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസർ എന്നുള്ള രീതിയിലാണ്, ഒരു സംഘാടക എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് മാറ്റേഴ്സ്, ഇൻഫോർമേഷൻസ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, കൃത്യമായി ഓർഗനൈസ് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ ലെക്ചേഴ്സിലൂടെ, റീഡിങ്സിലൂടെ, ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ടീച്ചർ ഒരു ഓർഗനൈസർ എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. In this approach, teacher is responsible for organizing and presenting what is to be learned. ഈ അപ്രോച്ചിൽ എന്ത് ചെയ്യണം, ടീച്ചർക്ക് ഉത്തരവാദിത്തമുണ്ട്. ടീച്ചർ റെസ്പോൺസിബിൾ ആണ് ഈ കണ്ടൻറ്റിനെ, അതായത് എന്താണോ പഠിപ്പിക്കേണ്ടത് ആ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതിനും. പിന്നെയോ ദ ലേണേഴ്സ് പ്രൈമറി റോൾ ഈസ് ടു മാസ്റ്റർ ദ ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ. ദ അഡ്വാൻസ് ഓർഗനൈസർ പ്രൊവൈഡ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു ദ സ്റ്റുഡൻസ് ഡയറക്ട്ലി. ലേണേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്, ആശയങ്ങളെയും അതുപോലെ വിവരങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസർ പ്രൊവൈഡ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ടു സ്റ്റുഡൻസ് ഡയറക്ട്ലി. അക്കോർഡിംഗ് ടു ഓസ്ബെൽ പറയുന്നത് എന്താ, വെദർ ദ മെറ്റീരിയൽ ഈസ് മീനിങ്ഫുൾ ഓർ നോട്ട് ഡിപ്പെൻഡ്സ് മോർ ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ദി ലേണർ ആൻഡ് ഓൺ ദ ഓർഗനൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ ദാൻ ഇറ്റ് ഡസ് നോട്ട് ഇൻ ദി മെത്തേഡ് ഓഫ് ഓൺ ദി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അതായത് ഓസ്ബെൽ പറയുന്നത് എന്താ, മെറ്റീരിയൽ മീനിങ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത്, അർത്ഥമുള്ള മെറ്റീരിയൽ ആണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ പ്രാധാന്യം എന്തിലാണ്, എങ്ങനെയാണ് ആ ലേണർ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയലിനെ ഓർഗനൈസ് ചെയ്യുന്നത്, ആ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ അനുസരിച്ചുകൊണ്ട് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സ്ട്രക്ചേഴ്സ് ഓസ്ബെൽ maintains that a person's existing cognitive structure is the foremost factor governing whether new material will be meaningful and how well it can be acquired and retained. ഇവിടെ ഓസ്ബെൽ പറയുന്നത് എന്താണ്, നിലവിലുള്ള ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ത്, പുതിയൊരു മെറ്റീരിയലിനെ മീനിങ്ഫുൾ ആയിട്ടും ഏറ്റവും നല്ല രീതിയിലും അക്വയർ ചെയ്യുന്നതിനും റീറ്റെയിൻ ചെയ്യുന്നതിനും എന്ന് പറയുന്നു. കോമ്പണൻസ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൽ പ്രധാനപ്പെട്ട കോമ്പണൻസുകൾ എന്തെല്ലാമാണ്? ദ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഹാസ് 3 phases of activity. Phase 1 is the presentation of the advanced organizer. Phase 2 is the presentation of the learning task or learning material. Phase 3 is the strengthening of the cognitive organization. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, സിൻടാക്സ് എന്ന് പറയുമ്പോൾ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. 3 തരത്തിലുള്ള 3 ഘട്ടങ്ങളാണ് എന്ത് ചെയ്യുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലിലുള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ഓർഗനൈസർ പ്രസൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ലേണിംഗ് ടാസ്ക്, ലേണിംഗ് മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, കോഗ്നിറ്റീവ് ഓർഗനൈസേഷനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, 3 ഘട്ടങ്ങൾ അഡ്വാൻസ് ഓർഗനൈസറിൽ. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആണുള്ളത്. ഒന്ന് പ്രസൻറ്റേഷൻ
ഓഫ് അഡ്വാൻസ്, പ്രസൻറ്റേഷൻ ഓഫ് ലേണിംഗ്, ടാസ്ക് ഓർ സ്ട്രെങ്തനിങ് കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ് ഓർഗനൈസറുടെ സിൻടാക്സ്, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് കടന്നു പോകുന്നത്. ഓക്കെ, ഇനി ഒന്നാമത്തെ ഘട്ടത്തിൽ പ്രസൻറ്റേഷൻ ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ, അവിടെ എന്ത് ചെയ്യുന്നു, ക്ലാരിഫൈ എയിംസ് ഓഫ് ദി ലെസൺ, പ്രസൻറ്റ് ഓർഗനൈസർ, ഐഡൻറ്റിഫൈ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ്, ഗിവ് എക്സാമ്പിൾസ്, പ്രൊവൈഡിങ് കോണ്ടെക്സ്റ്റ്, റിപ്പീറ്റ്, പ്രോംപ്റ്റ് അവെയർനെസ് ഓഫ് ലേണേഴ്സ്, റെലവൻറ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതാണ് ഒന്നാമത്തെ ഘട്ടം. അവിടെ എന്ത് ചെയ്യുന്നു, എക്സാമ്പിളുകൾ നൽകുന്നു, ക്ലാരിഫൈ ചെയ്യുന്നു, പുതിയ ആട്രിബ്യൂട്ട്സിനെ ഡിഫൈൻ ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഫേസ് 2ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ ഓഫ് ലേണിംഗ് ടാസ്ക് ഓർ മെറ്റീരിയൽ, ലേണിംഗ് ടാസ്കിനെ പ്രസൻറ്റ് ചെയ്യുകയോ ആ മെറ്റീരിയലിനെ പ്രസൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. പ്രസൻറ്റ് മെറ്റീരിയൽ, മെയിൻറ്റെയിൻ അറ്റൻഷൻ, മേക്ക് ഓർഗനൈസേഷണൽ എക്സ്പ്ലിസിറ്റ്, മേക്ക് ലോജിക്കൽ ഓർഡർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ എക്സ്പ്ലിസിറ്റ്. ഫേസ് 2. ഫേസ് 3ലേക്ക് വരുമ്പോൾ എന്താണ്, സ്ട്രെങ്തനിങ് കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ. സ്ട്രെങ്തനിങ് കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ, യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ. ഓക്കെ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊമോട്ട് ആക്റ്റീവ് റിസപ്ഷൻ ലേണിംഗ്, എലിസിറ്റ് ക്രിട്ടിക്കൽ അപ്രോച്ച് ടു സബ്ജക്ട് മാറ്റർ ആൻഡ് ക്ലാരിഫൈ. ഫേസ് 3യിൽ വരുന്നത്. പിന്നെ സോഷ്യൽ സിസ്റ്റം, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ത് ചെയ്യുന്നു, ടീച്ചറുടെ കയ്യിലാണെന്ത് ഈ ഇൻ്റലക്ച്വൽ സ്ട്രക്ചറിൻ്റെ കൺട്രോൾ ഉള്ളത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുന്നു, പുതിയ മെറ്റീരിയലിനെ പ്രീവിയസ് മെറ്റീരിയലിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനും സക്സസ്ഫുൾ ആയിട്ടൊരു മെറ്റീരിയലിനെ അക്വിസിഷൻ ചെയ്യുന്നതിനും വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, നെഗോസിയേഷൻ ഓഫ് മീനിങ് ആൻഡ് റെസ്പോൺസസ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദി ലേണർ, ക്ലാരിഫൈസ് ദ മീനിങ് ഓഫ് ദി ന്യൂ ലേണിംഗ് മെറ്റീരിയൽ വിത്ത് എക്സിസ്റ്റിംഗ് നോളജ് ഓഫ് ദി സ്റ്റുഡൻസ്. സോ ഇൻറ്ററാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെയോ സപ്പോർട്ട് സിസ്റ്റം, the effectiveness of the advanced organizer depends on an integral and appropriate relationship between the conceptual organizer and content. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, കൺസെപ്ച്വൽ ഓർഗനൈസറും അതുപോലെ കണ്ടൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നിലകൊള്ളുന്നത്. പിന്നെയോ ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറിൻ്റെ എഫക്റ്റ്. ദ ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് ഓഫ് ദിസ് മോഡൽ ആർ the ideas themselves that are used as the organizer are learned as well as information presented to the students. ഇനി ഇൻസ്ട്രക്ഷണൽ എഫക്റ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, കൺസെപ്ച്വൽ സ്ട്രക്ചർ, മീനിങ്ഫുൾ അസിമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഐഡിയാസ്. അതേസമയം നർച്ചറിൻ്റെ എഫക്റ്റിൽ പെട്ടതാണ് ഇത്, ഇൻട്രസ്റ്റ് ഇൻ ഇൻക്വയറി, ഹാബിറ്റ്സ് ഓഫ് പ്രിസൈസ് തിങ്കിങ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ പ്രസൻറ്റേഷൻ ഓഫ് ഓർഗനൈസേഴ്സ് ആണ്. അതിൽ വരുന്നതാണ് ഇത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ്, സെലക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്, പ്രൊവൈഡിങ് ഓർഗനൈസർ, റെപ്പറ്റീഷൻ. ഇതാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓർഗനൈസർ അതുപോലെ റെപ്പറ്റീഷൻ, ആ പ്രൊസീജിയർ. രണ്ടാമത്തെ ഘട്ടം ലിങ്കിങ് ലേണിംഗ് മെറ്റീരിയൽ ടു ഓർഗനൈസേഴ്സ് ആണ്. അതിൽ പ്രസൻറ്റിങ് ഓർഗനൈസേഴ്സ്, ലോജിക്കൽ ഓർഡർ ഓഫ് ഓർഗനൈസർ. പിന്നെ സ്റ്റേജ് 3യിൽ വരുന്നതാണ് ഇംപ്ലിമെൻറ്റിംഗ് കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ. അതിൽ വരുന്നതാണ് അനാലിസിസ് ഓഫ് ഓർഗനൈസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ്. ഓക്കെ, സോ ഇതാണെന്ത് ആ ഒരു മെത്തേഡിൽ പ്രധാനമായിട്ട് പറയുന്നത്. അടുത്തതാണ് കാൾ റോജേഴ്സ് നോൺ ഡയറക്റ്റീവ് ആൻഡ് വില്യം ഗോർഡൻസ് സിനെറ്റിക്സ് മോഡൽ. 2 തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഡയറക്റ്റീവ് ടീച്ചിങ് ആണ്, മറ്റൊന്ന് നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാൾ റോജേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള നോൺ ഡയറക്റ്റീവ് മോഡൽ, ടീച്ചിങ് മോഡൽ എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഒരു നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോളോ ചെയ്യുന്നത്. According to the Rogers, the non-directive interview has a sequence divided into 5 phases of activity. ഒരു നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്യുന്നു, ഇവിടെ 5 ഘട്ടമുള്ള ആക്ടിവിറ്റീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ട് പറയുന്നതാണ് ഇത് ഡിഫൈനിങ് ദ ഹെൽപ്പിംഗ് സിറ്റുവേഷൻ. ഫേസ് 2ൽ വരുന്നതാണ് എക്സ്പ്ലോറിംഗ് ദി പ്രോബ്ലം. 3rd phase ആണ് ഡെവലപ്പിംഗ് ഇൻസൈറ്റ്. ഫേസ് 4 പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഫേസ് 5 ഇൻ്റഗ്രേഷൻ ആൻഡ് ഫേസ് 6 എന്ത് ചെയ്യുന്നു, ആക്ഷൻ ഔട്ട്സൈഡ് ദി ഇൻ്റർവ്യൂ, അതിന് പുറത്തുള്ള ഇൻ്റർവ്യൂവിന് പുറത്തുള്ള ആക്ഷൻസ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സീക്വൻഷ്യൽ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് കാൾ റോജേഴ്സ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ മെത്തേഡിനെ തരംതിരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന സിനെറ്റിക്സ് മോഡൽ എന്നറിയപ്പെടുന്നത്. സിനെറ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് mean the joining together of different and apparently irrelevant elements. Integration of diverse individuals into a problem stating and problem solving group. Creating
പ്രോസസ് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റി, പ്രോബ്ലം സ്റ്റേറ്റിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വ്യക്തികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രോബ്ലത്തെ സ്റ്റേറ്റ് ചെയ്യുക, ഒരു പ്രോബ്ലം സോൾവിങ് ഗ്രൂപ്പാക്കി മാറ്റുന്നതാണ് ഈ പറയുന്ന സിനെക്റ്റിക്സ് മെത്തേഡ്. പ്രധാനമായും 4 മെത്തേഡുകളാണ്, 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഗോർഡൻ്റെ ഈ സിനെക്റ്റിക്സ് മോഡലിൽ പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റിവിറ്റി എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെയോ ദ ക്രിയേറ്റീവ് പ്രോസസ് ഈസ് നോട്ട് അറ്റ് ഓൾ മിസ്റ്റീരിയസ്. പിന്നീട് വരുന്നതാണ് ക്രിയേറ്റീവ് ഇൻവെൻഷൻ ഈസ് സിമിലർ ഇൻ ഓൾ ഫീൽഡ്. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻവെൻഷൻ ആർ വെരി സിമിലർ. ഇതാണ് ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗോർഡൻസ് മോഡലിനുള്ളത്. പിന്നെയോ സിൻറ്റാക്സിൽ വരുന്ന ഏതാ? ഡിസ്ക്രൈബ് ദി ടോപ്പിക്, ആദ്യഘട്ടം. പിന്നെയോ ക്രിയേറ്റ് ഡയറക്റ്റ് അനലോഗീസ്. തേർഡ് വൺ ഡിസ്ക്രൈബ് പേഴ്സണൽ അനലോഗീസ്. ഫോർത്ത് വൺ ഐഡൻറ്റിഫൈ കംപ്രസ്ഡ് കോൺഫ്ലിക്ട്സ്. അടുത്തത് ഏതാണ്? ക്രിയേറ്റ് ന്യൂ ഡയറക്റ്റ് അനലോഗി. പിന്നെയോ റീ എക്സാമിൻ ദി ഒറിജിനൽ ടോപ്പിക്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇവാലുവേറ്റ്. ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? ഈ ടീച്ചിങ് മോഡലിൽ വരുന്നത്. പിന്നീട് വരുന്നതാണ് സോഷ്യൽ സിസ്റ്റം. It is moderately structured. The teacher initiates the sequence and guides the use of the operational mechanisms. He also helps the students intellectualize their mental process. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട് അവരുടെ മെൻ്റൽ പ്രോസസ്സിന് ഇൻ്റലക്ച്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഫ്രീഡം ഫോർ ഓപ്പൺ എൻഡഡ് ഡിസ്കഷൻ. ഓപ്പൺ എൻഡഡ് ഡിസ്കഷൻ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ഒരു ഓപ്പൺ ആൻഡ് ഡിസ്കഷൻ എന്ത് ചെയ്യുക? വെക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. നോംസ് ഓഫ് കോഓപ്പറേഷൻ, പ്ലാറ്റി ഓഫ് ഫാൻസി ആൻഡ് ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ക്വാളിറ്റി ആർ എസെൻഷ്യൽ ടു എസ്റ്റാബ്ലിഷിംഗ് ദ സെറ്റിംഗ് ഫോർ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. പിന്നീട് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. ദ ഇൻസ്ട്രക്ടർ നോട്ട്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇൻഡിവിജ്വൽ സീം ടു ബി ടൈഡ് ടു റെഗുലറൈസ്ഡ് പാറ്റേൺസ് ഓഫ് തിങ്കിങ്. പിന്നീട് വരുന്നതാണ് സപ്പോർട്ട് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ദ ഗ്രൂപ്പ് നീഡ്സ് മോസ്റ്റ് ഓഫ് ഓൾ ഫെസിലിറ്റേഷൻ ബൈ എ ലീഡർ കോമ്പീറ്റൻറ്റ്. ഇൻ കേസ് ഓഫ് സയൻറ്റിഫിക് പ്രോബ്ലംസ് എ ലബോറട്ടറി ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ബിൽഡ് മോഡൽസ് ആൻഡ് അതർ ഡിവൈസസ് ടു മേക്ക് പ്രോബ്ലംസ് കൺസേൺസ് ആൻഡ് ദ പെർമിറ്റ് പ്രാക്ടിക്കൽ ഇൻവെൻഷൻ ടു ടേക്ക് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ ലബോറട്ടറി അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആവശ്യമായിട്ട് വരുന്നുണ്ട് നോർമൽ ക്ലാസ് റൂം ഫെസിലിറ്റീസിന് പുറമെ. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, കോഓപ്പറേഷൻ സഹകരണം എന്ത് ചെയ്യുന്നു? ഉറപ്പാക്കുന്നു, കൺസേൺ ഫോർ ഫെലോ ബീയിങ് എന്താ കൂടെയുള്ളവർ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. അതുപോലെ ലിമിറ്റേഷൻസ് ആണ് എക്സ്പെൻസീവ് ഇൻ കേസ് ഓഫ് സയൻറ്റിഫിക് പ്രോബ്ലം. സയൻറ്റിഫിക് പ്രോബ്ലത്തിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിനെറ്റിക്സ് മോഡലിലൂടെ സൊല്യൂഷൻ കാണുന്നത് എങ്കിൽ ലബോറട്ടറി ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെയോ കോമ്പീറ്റൻറ്റ് ടീച്ചർ ടു ഗൈഡ്, കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഗോർഡൻ്റെ സിനെറ്റിക്സ് മോഡലിലെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്.